ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നൊയമ്പ് ഒക്കെ വന്ന് തുടങ്ങാനുള്ള സമയമായി. അപ്പം നൊയമ്പിൻ്റെയൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെ നൊയമ്പായിരുന്നല്ലോ പ്രാത്തിൻ്റെ. അപ്പോൾ ആ നൊയമ്പ് സമയത്ത് ഞങ്ങൾ ചെയ്ത ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഞാനത് കൂടാതെ ഇനിയിപ്പം നൊയമ്പ് സമയത്ത് ചെയ്യാനുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണുകയും ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം. പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി കാണുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ്, പിന്നെ കിവി, ആപ്പിള്, മുന്തിരിങ്ങ, പിന്നെ ഏത്തയ്ക്ക, പഴം, റോബസ്റ്റ പഴം, ഇതൊക്കെ കൂടെ വെച്ചിട്ട് പിന്നെ ചെയ്യുന്ന കണക്കന്നെ കസ്റ്റാർഡ് പൗഡറും പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ലിങ്കിൽ കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ട് ഇതാക്കും. ഇനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറിയത് നല്ലപോലെ ഒന്ന് ആറണം. കാരണം ചൂടാറുമ്പോൾ തന്നെ പകുതി സെറ്റാവും. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം ശ്രദ്ധിക്കുക, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലതുപോലെ ഇരിക്കും, സെറ്റായിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ 1 സ്പൂണോളം ഈസ്റ്റാണ് ഇടുന്നത്. അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇതാക്കാം. അപ്പോൾ ഇനി എടുത്തിരിക്കുന്ന 1 കപ്പോളം മൈദയാണ്. അപ്പോൾ ഇനി മൈദേൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റൻ്റ് വെച്ച ഈസ്റ്റ് വെള്ളം ഒഴിക്കുക. അതൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉപ്പിടണം. അപ്പോൾ ഞാനിപ്പോൾ 1.5 സ്പൂണോളം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യം അനുസരിച്ച് നോക്കി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനതുകൊണ്ട് 1.5 സ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഞാൻ ആ ഈസ്റ്റിൻ്റെ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുബൂസിന് ചെയ്യുന്ന രീതി തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെക്കണം. ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് തടകിയതിന് ശേഷം ഈ ചെയ്ത് വെച്ച മാവ് അതിൻ്റെ അകത്ത് വയ്ക്കുക. ഒരു 2-2.5 മണിക്കൂറോളം വെച്ചാൽ മതി. അപ്പോൾ നല്ലതുപോലെ മാവ് പൊങ്ങി വരും, കാരണം ഈസ്റ്റ് ഇട്ടതുകൊണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ അതേപോലെ അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ഇനി അടച്ച് വെക്കുക ചെയ്യുന്നത്. നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറിന് ശേഷം അതൊന്ന് തുറന്നു നോക്കാം. ഇനി അതവിടെ ഇതാവുന്നതിൻ്റെ സമയത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഞാനിപ്പം തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ വെച്ച് 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. 250 ഗ്രാം ചിക്കൻ ബോൺലെസ് ആണ്. അത് പീസായിട്ട് കട്ട് ചെയ്തതാണ്, ചെറിയ പീസായിട്ട്. ഇനി പാൻ ചൂടായതിന് ശേഷം ഒരു 3-4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യം ഡയറക്റ്റ് അരപ്പൊന്നും ചേർക്കുന്നില്ല, നേരെ തന്നെ ചിക്കൻ പാനിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പാനിലിട്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഇതാക്കാമെന്ന് വെച്ച്. മറ്റേത് നമ്മൾ ചെയ്യുമ്പം അരപ്പൊക്കെ ചെയ്ത് പൊരിച്ചെടുക്കുന്നത്, ഇപ്പം നേരെ പാനിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി വരും. അപ്പോൾ എണ്ണേൻ്റെ അകത്തിട്ടൊന്ന് ഇതാക്കുമ്പോൾ അതിൻ്റെ കളർ മാറുമ്പോൾ ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പം 1 സ്പൂണോളം ഉപ്പ് നോക്കിയിടുക, കാരണം ലാസ്റ്റ് വല്ല നമുക്ക് ഉപ്പ് ചിലപ്പോൾ കൂടിയോ കുറയോ ഇരിക്കുക. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഞാൻ 1/2 സ്പൂണോളം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 സ്പൂണോളം മാജിക് ക്യൂബാണ് ഇട്ടെടുത്തിരിക്കുന്നത്, ചിക്കൻ്റെ ക്യൂബ്. പിന്നെ 1 സ്പൂണോളം മുളക് പൊടി. ഞാൻ പെപ്പറിൻ്റെ പൊടി ഇടാൻ വേണ്ടി കാണിക്കാൻ മറന്നുപോയി, അതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇടുക. ചിക്കൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമില്ല, ഒരു മണവും ഇതൊക്കെ കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടെടുത്തത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതൊരു സവാള ഫുള്ളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സവാളയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് മിക്സാകുമ്പോൾ തന്നെ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് സവാളയിൽ നിന്നൊന്ന് മിക്സായി എടുക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും ഒന്ന് മിക്സായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഞാൻ സവാള എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം വെള്ളം ഇല്ലാതായി. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് എല്ലാം ഒന്ന് പിടിച്ച് നല്ലപോലെ വെന്ത് വരും.
ഈ രീതിയിലൊന്ന് ഇതാ വെന്ത് വന്ന് എല്ലാം ഒന്ന് അതിൻ്റെ അകത്ത് പിടിച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പം 1 സ്പൂണോളം മയണൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതാണ്. അപ്പം ഇത് മയണൈസ് 1 സ്പൂണോളം ഞാൻ മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മയണൈസ് ഇടുമ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മയണൈസ് ഇട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ മിക്സാക്കി നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇതങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതൊരു നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇത് കുറച്ചായിട്ട് നമുക്ക് നല്ലതുപോലെ പരത്തിയെടുക്കാം. കാരണം നമ്മൾ കുബൂസ് ചെയ്യുന്ന കണക്ക് തന്നെ അത്ര വലിയ ഇതിലല്ല, ചെറിയ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കണം. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഇത്രയും എടുക്കുന്നില്ല, കുറച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല വലിയ രീതിയിൽ പരത്തി മാറ്റുക. ഇനി ഇതിപ്പോൾ ഷേപ്പ് മുറിച്ചെടുക്കാൻ ഇതേപോലെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ റൗണ്ട് വേറെ ഏതെങ്കിലും കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കുക. ഇപ്പോൾ എൻ്റെ ഈ അടപ്പ് സ്റ്റീലിൻ്റെ അടപ്പ് നല്ല വലിയ റൗണ്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് ഇതാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ അളവ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിത് വെച്ചാണ് ചെറിയത് ഇതാക്കിയെടുക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതാക്കിയെടുക്കാം. ഇനിയിപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ചുട്ട് മാറ്റുകയാണ്. അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് ഈ ഷേപ്പിലൊന്നാക്കി ചുട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പിന്നെ കുബൂസ് ചെയ്യുന്ന കണക്ക് കുറച്ച് പരുവാകുമ്പോൾ അതങ്ങ് ചൂടാകുമ്പോൾ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിപ്പം ഞാനിതൊന്ന് കൈകൊണ്ട് സ്പൂൺ കൊണ്ടൊന്ന് നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് ഫില്ലിങ്സ് വെക്കുക. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് മടക്കിയെടുക്കുക. അപ്പം കഴിക്കുമ്പം ഇങ്ങനെ മടക്കി കഴിക്കാനും എളുപ്പമാണ്. അപ്പം ഇങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഇച്ചിരി ഫില്ലിങ്സ് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും വെക്കണ്ട. ഇനി ഞാൻ വെക്കുന്നതിൻ്റെ അകത്ത് കുറച്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടുതൽ വെച്ച് ഇങ്ങനെ കൂടുതൽ വെച്ച് ചിലപ്പം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ളതിൻ്റെ അകത്ത് കുറച്ചാണ് വെച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിപ്പോൾ ചെയ്തതിൽ ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പം ഇത് സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പം ഞാൻ മൂന്നാമത്തായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണുക. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഫ്രൈസ് ചെയ്തത് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാനിത് ഫ്രൈസ് ചെയ്തിട്ട് ഫ്രൈസിൻ്റെ അകത്ത് കുറച്ച് കാര്യം ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി ഒരു സ്പൂണോളം അരപ്പ് വന്നായിരുന്നു. അപ്പം ഞാനത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാള ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ മയണൈസും കൂടെ ഒരു സ്പൂണോളം 1.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തത്തിലൊന്നും മിക്സ് ആക്കത്തില്ല. ആ മേൽഭാഗത്തിൻ്റെ ആ ഫ്രൈസും പൊട്ടറ്റോ ഫ്രൈസും സവാളയും മയണൈസും ഇതെല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ലോഡഡ് ഫ്രൈസ് അത് ചെയ്യണമെന്നുണ്ട്. അപ്പം അതല്ല എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഷേക്കാണ്. എപ്പോഴും മിക്കവാറും ചെയ്യുന്നതാണ്. അതിപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പം റോസ് മിൽക്കിൻ്റെ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അത് ഞാൻ 1 സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണല്ല, കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കളർ വരാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ ഒഴിക്കുന്നത്.
മിക്സ് ഇതാക്കുന്നത്. അപ്പോൾ കളറൊന്ന് മിക്സ് ആയതിന് ശേഷം ഞങ്ങൾ മിക്സിയിലാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെയും ചെയ്യാം. മിക്സിയിലാവുമ്പം നമ്മളിടുന്ന പഞ്ചസാരയും ഒരു 4-5 സ്പൂണോളം പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഇടാം. ഇപ്പം പഞ്ചസാര മിക്സിയിലാവുമ്പം ആ ഒരു പാലിൻ്റെ പതഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇതിപ്പം പാല് നേരെ ഡയറക്റ്റായിട്ടാണ് ഇതാക്കുന്നത്. അത് ഇങ്ങനെ പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ പാല് തിളപ്പിച്ചിട്ടൊക്കെ ഇതാക്കാം. ഇതിപ്പോൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റായിട്ട് ജാറിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ആപ്പിൾ കുറച്ച് നേരം ഒന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്ന് ഇതായത്. അത് നമ്മൾ സമയത്ത് ചെയ്താൽ മതി. ഞാനിത് ചെയ്യുന്ന സമയത്ത് അങ്ങ് അരിഞ്ഞ് വെച്ചു. അപ്പം ആപ്പിൾ ഇട്ട് കൊടുക്കുക, ഒരു ആപ്പിൾ ചീകി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആപ്പിൾ ഇട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമ്മൾ സബ്ജ ഇട്ട് കൊടുക്കാം, വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം തണ്ണിമത്തങ്ങ ഇതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം ഈ സബ്ജ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും കഴിക്കാൻ ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് മാതളവും അങ്ങനത്തെ ഇഷ്ടമുള്ള ഇതിടാം. ഇതും ഒന്നും ഇല്ലെങ്കിലും ഈ പാല് റോസ് മിൽക്ക് കണക്ക് കുടിക്കാനും ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ കുടിച്ച് അതും ഒരു ടേസ്റ്റാണ്. അപ്പം അത് ഞാൻ ഒഴിക്കുന്നതാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ നേരത്തെ പുഡിങ് കാണിക്കുന്നതാണ്. പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി അതിന് ശേഷം തണുത്തതിന് ശേഷം കൊടുക്കുന്നതാണ്. ഇപ്പോൾ നോയമ്പ് മുറിക്കുന്ന സമയത്ത് ഞാനിതിപ്പോൾ ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.